നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കസ്തൂരി മഞ്ഞൾ. ജിഞ്ചിബറേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുർക്കുമ അരോമാറ്റിക്ക എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ദാരുഹരിദ്ര, അരണ്യഹരിദ്ര എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും വന്യമായി കാണപ്പെടുന്ന ഇത് കർണാടകത്തിലെ ചില വീടുകളിൽ കൃഷി ചെയ്തും കണ്ടുവരുന്നു. ഇത് ഒരു ബഹുവർഷ സസ്യമാണ്. ഏകദേശം 120 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ഇതിൻ്റെ ഇലകൾ 30 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളത്തിലും 20 മുതൽ 24 സെൻറ്റിമീറ്റർ വരെ വീതിയായും കാണപ്പെടുന്നു. പുഷ്പപർണങ്ങൾ അണ്ഡാകൃതിയുള്ളതും ഉള്ളിലേക്ക് മടങ്ങിയതും സ്ഥൂലാഗ്രമുള്ളതുമായിരിക്കും. ഇതിൻ്റെ പൂവ് മജന്ത വർണ്ണത്തിൽ, ചുണ്ടുകൾ മഞ്ഞ നിറത്തിലുമായി കാണപ്പെടുന്നു. പുഷ്പദണ്ഡത്തിന് 4 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വ്യാസം വരും. ദളപുടം ഫണലാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ വിത്തുകൾ ദീർഘാകൃതിയിലോ വൃത്താകൃതിയിലോ ആയി കാണപ്പെടുന്നു. ഫലം ഗോളാകൃതിയിലുമായിരിക്കും കാണുന്നത്. കസ്തൂരി മഞ്ഞളിൻ്റെ ഇലക്കടിവശം രോമാവൃതമായിരിക്കും. അടവി കച്ചോലത്തിൽ നിന്നും വേർതിരിച്ചറിയാനുള്ള ഒരു മാർഗമാണിത്. ഇതിൻ്റെ വേരുകളിൽ കിഴങ്ങുകൾ കാണപ്പെടുന്നു. പാവുകാണ്ഡത്തിന് മഞ്ഞ നിറമായിരിക്കും. ഇതിൽ കുർക്കുമിനോൾ, ആൽബുമിനോയിഡ്സ്, റെസിൻ തുടങ്ങിയ രാസഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ത്വക്ക് രോഗങ്ങൾക്കും ശ്വാസരോഗങ്ങൾക്കും മുഖകാന്തിക്കായും ഇതിനെ ധാരാളം ഉപയോഗിച്ചു വരുന്നു. തേൾവിഷത്തിൽ തുളസി നീരിൽ ഇവ അരച്ചിടാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വരസം ശ്വാസകോശ രോഗങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഇവയെ ഒറ്റക്കായിട്ട് ഉപയോഗിക്കാറില്ല. കസ്തൂരി മഞ്ഞളിൻ്റെയും മാങ്ങ ഇഞ്ചിയുടെയും ചെടിയെ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി കസ്തൂരി മഞ്ഞളിൻ്റെ മധ്യഭാഗത്ത് ഇലയ്ക്ക് നെടുകെ വയലറ്റ് നിറത്തിലുള്ള ഒരു വര കാണാം. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കും. ഈ കസ്തൂരി മഞ്ഞൾ വളരെയധികം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. പ്രത്യേകിച്ച് ഇതൊരു രക്തശുദ്ധീകരമാണ്. മാത്രമല്ല ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനാണ് ഈ കസ്തൂരി മഞ്ഞൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിഷശമനാണ്. അപ്പോൾ ഈ ആന്തരികമായിട്ടുണ്ടാകുന്ന ഈ ടോക്സിൻസിനെ ഇല്ലാണ്ടേക്കാൻ ഇത് പറ്റും. ഇത് ദിവസേന പൊടിച്ചിട്ട് ഓരോ ടീസ്പൂൺ പൊടി തേനിൽ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിലുണ്ടാകുന്ന ഈ ചൊറി ചരങ്ങ് മാറും. മാത്രമല്ല ഈ നിറം കൂട്ടും. അതുപോലെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് വളരെയധികം ശമനം കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗിക്കുന്നത് ഒരു സ്നാനചൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. അതായത് ഈ നിറം വെക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇത് പൊടിച്ച് പൊടിയാക്കിയിട്ട് ഒരു ഈ വാകയ്ക്ക് തേക്കും പോലെ സ്നാനചൂർണ്ണമാക്കിയിട്ട് ദിവസേന മേലെ ഇതന്നെ ഇട്ടിട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ മേലെ തേച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് പൊടിച്ച പൊടി മേലെ തേച്ച് 10 മിനിറ്റ് ഉദ്വർത്തനം ചെയ്യാന്ന് പറയും. ഇങ്ങനെ ഉരച്ച് തേച്ച് കഴിഞ്ഞാൽ കറുത്ത ആൾക്കാർക്ക് നല്ല നിറം കിട്ടും.